സുഹൃത്തുക്കളെ, ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള ജീവി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മളിൽ പലരും ആദ്യം പറയുക ചീറ്റപ്പുലിയുടെ പേരായിരിക്കും. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന ചീറ്റപ്പുലി ഒരു അത്ഭുതം തന്നെയാണെന്നതിൽ സംശയമില്ല. എന്നാൽ ആകാശത്തെ ഈ രാജാവിന് മുന്നിൽ ചീറ്റപ്പുലി വെറുമൊരു പിച്ചവെക്കുന്ന കുട്ടി മാത്രമാണ്. ഇതാ പരിചയപ്പെട്ടോളൂ, പെരഗ്രിൻ ഫാൽക്കൺ, ഭൂമിയിലെ ശരിക്കുമുള്ള സൂപ്പർസോണിക് പക്ഷി. ഒരു സാധാരണക്കാരനേക്കാളും, എന്തിന് നമ്മുടെ നാട്ടിലെ വവന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനിനേക്കാളും വേഗതയിലാണ് ഇവൻ ആകാശത്ത് സഞ്ചരിക്കുന്നത്. ഇരയെ പിടിക്കാനായി ഇവൻ ആകാശത്തുനിന്ന് കുത്തനെ താഴേക്ക് കുതിക്കുമ്പോൾ ലഭിക്കുന്ന വേഗത മണിക്കൂറിൽ 380 കിലോമീറ്ററിന് മുകളിലാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട സത്യമാണ്. ഇത്രയും വലിയ വേഗതയിൽ താഴേക്ക് കുതിക്കുമ്പോൾ വായുവിന്റെ മർദ്ദം കാരണം ശ്വാസം മുട്ടി മരിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പ്രകൃതി ഇവന് നൽകിയ ഒരു വിദ്യയുണ്ട്. ഇവന്റെ മൂക്കിനുള്ളിലുള്ള ചെറിയ എല്ലുകൾ, ബാഫോൾസ്, വായുവിന്റെ വേഗത നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതിശയകരമായ കാര്യം എന്താണെന്നോ, ഈ പക്ഷിയുടെ മൂക്കിന്റെ ഘടന കണ്ടുപഠിച്ചാണ് മനുഷ്യൻ ഇന്നത്തെ ആധുനിക ജെറ്റ് വിമാനങ്ങളുടെ എഞ്ചിൻ ഡിസൈൻ ചെയ്തത് പോലും. ഇവന്റെ കണ്ണുകൾക്കാകട്ടെ കിലോമീറ്ററുകൾ അകലെയുള്ള ഇരയെപ്പോലും കൃത്യമായി ഫോക്കസ് ചെയ്യാൻ ശേഷിയുണ്ട്. നമ്മുടെ ഹൈ എൻഡ് സ്മാർട്ട് ഫോൺ ക്യാമറകളേക്കാൾ എത്രയോ മടങ്ങ് കരുത്തുള്ള സൂപ്പർവിഷൻ. പക്ഷേ ഈ പക്ഷിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവന്റെ വേഗത, ലക്ഷ്യത്തിലേക്കുള്ള കൃത്യതയാണ്, വെറുമൊരു ആവേശമല്ല. ആകാശത്ത് ട്രാഫിക് ബ്ലോക്കുകളോ വളവുകളോ ഇല്ലാത്തതുകൊണ്ടാണ് ഇവന് ഈ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്നത്. എന്നാൽ നമ്മുടെ റോഡുകളിൽ അമിത വേഗത കാണിക്കുന്ന യുവാക്കൾ ചിന്തിക്കേണ്ടത്, നമുക്ക് ഈ പക്ഷിയെപ്പോലെ വായുമർദ്ദം തടയാനുള്ള ശരീരഘടനയോ അല്ലെങ്കിൽ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രകൃതിദത്തമായ കവചങ്ങളോ ഇല്ലെന്നാണ്. അതുകൊണ്ട് ഈ പക്ഷിയെപ്പോലെ നിങ്ങൾ റോഡിൽ കുതിക്കരുത്. ആവേശത്തേക്കാൾ വിലപ്പെട്ടതാണ് നിങ്ങളുടെ ജീവൻ എന്ന് ഓർക്കുക. ആകാശത്തെ ഈ മിന്നൽ പിണറിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഇതുപോലെയുള്ള കൂടുതൽ വിസ്മയകരമായ അറിവുകൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യൂ.